ഹായ്, ഇതെൻ്റെ ആദ്യ ലോങ് വീഡിയോ ആണ്. തെറ്റുകുറ്റങ്ങളൊക്കെ കാണും, എല്ലാവരും ക്ഷമിക്കണം. അതുപോലെ തന്നെ പറഞ്ഞു തരികയും വേണം കമൻറ്റിലൂടെ. ഞാനിത് കളമല തൈക്കാപ്പള്ളിയിലെ ചന്ദനക്കുടത്തിന് പോകുന്ന വീഡിയോ നിങ്ങളിലേക്കും കൂടി എത്തിക്കാമെന്ന് വിചാരിച്ചു. ചന്ദനക്കുടം വൃശ്ചിക 21 ഡിസംബർ 6-നായിരുന്നുവെങ്കിലും ഞാൻ പിന്നീടാണ് പോയത്. അവിടെ ഡിസംബർ 12 വരെ പെരുന്നാൾ ഉത്സവമാണ്. അങ്ങനെ ഞാൻ പോയി പള്ളിക്കകത്തൊന്ന് കയറി പ്രാർത്ഥിച്ച ശേഷം തിരിച്ചിറങ്ങി. ഞാനും കളമല പള്ളിയും തമ്മിൽ ചെറിയൊരു ബന്ധം കൂടിയുണ്ട്. കാരണം എൻ്റെ ബർത്ത്ഡേയും ഡിസംബർ 6 വൃശ്ചിക 21 തന്നെയാണ്. അവിടുത്തെ ചന്ദനക്കുടവും അന്നാണ്. അപ്പം ഞാൻ ഈ നാട്ടിലെത്തി 21 വർഷമായി ഞാൻ ഈ നാട്ടിലെത്തിയിട്ട്. അന്ന് തൊട്ട് ആഗ്രഹിക്കുന്നതാണ് അന്നേരം ഒന്ന് പോയി പ്രാർത്ഥിക്കണം, അല്ലെങ്കിൽ ഇതൊക്കെ ഒന്ന് കാണാനായിട്ടൊക്കെ ഒന്ന് പോകണം. എല്ലാവരും പറഞ്ഞുള്ള അറിവ് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതുവരെ എനിക്ക് സാധിച്ചിട്ടില്ല. ഈ പ്രാവശ്യം ആശ എന്നോട് പറഞ്ഞു, എൻ്റെ ഫ്രണ്ടാണ് ആശ എന്നോട് പറഞ്ഞു, ചേച്ചി നമുക്ക് പോകാം എന്ന് പറഞ്ഞു. അങ്ങനെ കുട്ടികളെയും കൂട്ടി, ആശയുടെ കുട്ടികളും ചേച്ചിയും എൻ്റെ മോളും ഒക്കെ ആയിട്ട് ഞങ്ങളിങ്ങനെ പോയി. ബസ്സിലാണ് പോയത്. കാറിൽ പോയാൽ ദൂരെ കൊണ്ടിട്ടിട്ട് ഒത്തിരി നടക്കണം എന്ന് പറഞ്ഞ് ഞങ്ങൾ ബസ്സിൽ പോയി അവിടെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ് ഞങ്ങളിതുപോലെ വ്യാപാരി മേള കാണാനായിട്ട് ഇറങ്ങി. അവിടെ കുറേ കപ്പുകളും ഗ്ലാസ്സുകളും ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കുറച്ച് വാങ്ങി. പിന്നെ അതിനുശേഷം അടുത്ത എൻ്റെ വരും വീഡിയോകളിൽ കാണാൻ ഞാൻ മണ്ണുകൊണ്ടുള്ള കപ്പൊക്കെ വാങ്ങിയിട്ടുണ്ട്. അതൊക്കെ നമുക്ക് വീഡിയോകളിൽ ഉപയോഗിക്കാമല്ലോ, അതൊക്കെ വാങ്ങി. അപ്പോൾ കുട്ടികൾ പറഞ്ഞു അവർക്ക് ചാറ്റ് മസാല വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അത് വാങ്ങിച്ചു. ഭയങ്കര എസൻസൊക്കെ ചേർത്തായിരുന്നു, എന്നാലും നല്ല എരിവും ചൂടും ഒക്കെ ഉണ്ടായിരുന്നു. എന്നാലും കുട്ടികൾക്ക് വാങ്ങിക്കൊടുത്തു, ഒരു സന്തോഷമല്ലേ എന്ന് വിചാരിച്ചിട്ട്. അവർക്ക് ചൂടാണോ എരിവാണെന്നൊക്കെ പറഞ്ഞാൽ അവർ മുഴുവൻ കഴിച്ചതൊന്നുമില്ല, ഇങ്ങനെ തിരികെ തന്നു. അത് കഴിഞ്ഞിട്ട് അവർക്ക് മൈലാഞ്ചി ഇടാനും പിന്നെ കൊലുസ് വാങ്ങാനും ഒക്കെ ഉള്ളതായിട്ട് നടന്നു. അത് കഴിഞ്ഞ് കുട്ടികൾക്ക് റൈഡിലൊക്കെ കയറണം എന്ന് പറഞ്ഞ് ഞങ്ങൾ റൈഡിലൊക്കെ കയറ്റി വിട്ടു. ഞാൻ കയറിയില്ല, എനിക്ക് പേടിയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ റൈഡിലൊക്കെ കയറി. തല കറങ്ങുന്നത് പോലെ തോന്നുമായിരുന്നു എനിക്ക്. അവർക്കൊരു പ്രശ്നമില്ല, അവരതിനകത്ത് ഭയങ്കരമായിട്ട് വാവച്ച് സന്തോഷിക്കുന്നതൊക്കെ കണ്ടു. അതിന് പക്ഷേ തിരിച്ചിറങ്ങി വന്നപ്പോൾ തല കറങ്ങുന്നു എന്നും പറഞ്ഞ് വേയിച്ച് പോകുന്നതൊക്കെ ഞാൻ കണ്ടിരുന്നു. അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഈ ആകാശ ഊഞ്ഞാലുണ്ടല്ലോ, അന്നൽ ഊഞ്ഞാലോ അങ്ങനെ എന്തോ അതിൻ്റെ പേര്, അത് നിറച്ച് തുരുമ്പായ കാരണം ഞാൻ ഇവരെ കയറാൻ സമ്മതിച്ചില്ല. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ പിണക്കവും ഉണ്ട് അവർക്ക്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ താഴെ വീണ്ടും അതിൻ്റെ മൈതാനം നിറയെ വ്യാപാരി മേളയാണ്, നിറയെ ഉണ്ട്. എല്ലാ തരത്തിലുള്ള സാധനങ്ങളും വാങ്ങാൻ പറ്റും നമുക്ക് അവിടുന്ന്. അങ്ങനെ ഞങ്ങൾ കുട്ടികളെയും കൂട്ടിയിട്ട് നമ്മൾ വ്യാപാരി മേള കാണാനായിട്ട് വീണ്ടും ഇറങ്ങി. സ്വീറ്റ്സിൻ്റെ സെക്ഷനിലേക്കാണ് ആദ്യം പോയത്. അന്ന് നേരത്തെ ഞങ്ങൾ ആ സ്വീറ്റ്സിൻ്റെ സെക്ഷൻ നോക്കിയില്ലായിരുന്നു. അപ്പം പിന്നെ ഇപ്പോൾ രണ്ടാമത് ഞങ്ങൾ അതൊക്കെ നോക്കാനായിട്ട് ഇറങ്ങി. നോക്കി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച ശേഷം ഞങ്ങൾ കുട്ടികൾക്ക് ഐസ്ക്രീമും അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളെല്ലാം വാങ്ങി. പിന്നെ കുറച്ച് കളിപ്പാട്ടങ്ങൾ ഒക്കെ വാങ്ങിച്ചു. അത് കഴിഞ്ഞിട്ട് അവിടെ നല്ല ഭരണിയുടെ കളക്ഷൻ ഇരിക്കുന്നുണ്ട്, നിറച്ച് നല്ല കളർഫുള്ളായിട്ടുള്ള ഭരണികൾ. എൻ്റെ മോള് വഴക്ക് പറഞ്ഞു, ഇനിയും വേണോ, വീട്ടിൽ ഇഷ്ടം പോലെ ഇല്ലേ എന്നൊക്കെ ചോദിച്ചു. അങ്ങനെ പിന്നെ ഞാനത് താത്തു വെച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ ബസ്സിൻ്റെ സമയമായിരുന്നു. അപ്പോഴത്തേക്ക് 8 മണിയാകുമ്പോഴത്തേക്ക് ബസ് വരുമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞങ്ങളങ്ങ് പള്ളിക്ക് വെളിയിലിറങ്ങി. പള്ളിക്ക് വെളിയിലിറങ്ങിയപ്പോഴാണ് നമ്മൾ പച്ചക്കറിയുടെയൊക്കെ ഇത് കാണുന്നത്. ബലൂണുകളും പച്ചക്കറികളും അതെല്ലാം പള്ളിയുടെ വെളിയിൽ റോഡ് സൈഡിലായിരുന്നു. അതെല്ലാം കണ്ടു. അല്പം അത്യാവശ്യം വേണ്ടുന്ന കുറച്ച് പച്ചക്കറികളും ഒക്കെ വാങ്ങി. പിന്നെ ബലൂണൊക്കെ കണ്ടുകൊണ്ട് ഞങ്ങൾ നിന്നപ്പോഴത്തേക്കും ബസ് വന്നു. അങ്ങനെ ഞങ്ങൾ ബസ്സിൽ കയറി. ഞങ്ങളിവിടെ വീടും നമ്മൾ ബസ് സ്റ്റോപ്പും തമ്മിൽ വലിയ ദൂരമൊന്നുമില്ല. ജസ്റ്റ് ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് നമ്മൾ ആദ്യം നോക്കുന്നത് നമ്മുടെ വീട്ടിലേക്ക് തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി ഞാനും മോളും കൂടെ നടന്ന് നമ്മുടെ വീട്ടിലെത്തി. അങ്ങനെ വളരെ സന്തോഷകരമായ ഒരു ദിവസം കഴിഞ്ഞു.